ശിരൂരിൽ കാണാതായ അർജുനു വേണ്ടി തെരച്ചിൽ തുടരുന്നു. നാവിക കരസേനകളുടെ നേതൃത്വത്തിലായിരുന്നു തെരച്ചിൽ നടന്നത്. ശക്തമായ മഴ തെരച്ചിലിന് പ്രതിസന്ധിയാണ്. പുഴയിൽ നിന്നും മണ്ണ് നീക്കാനുള്ള ഉപകരണങ്ങൾ ഇന്ന് എത്തിക്കുമെന്ന് കാർവാർ MLA അറിയിച്ചിട്ടുണ്ട്. ഡ്രഡ്ജർ എത്തിക്കാനുള്ള ശ്രമം തുടരുകയാണെന്നും സതീഷ് സെയിൻ പറഞ്ഞു. To get the dredger, but the problem is from the sea. Now the weather is rough. It is very difficult to bring the dredger inside to the river. And from Port Goa or from Port Mangalore, it is not feasible to bring now in this weather. Weather is rough. If the port department is allowing, definitely I will bring the dredger also. കൂടുതൽ വിവരങ്ങളുമായി PK സരീഷും നിഖിലും ചേരുന്നുണ്ട്. ആദ്യം സരീഷിലേക്ക്. സരീഷ്, ഇന്നത്തെ തെരച്ചിൽ പൂർത്തിയായോ? ഇന്നത്തെ തെരച്ചിൽ താൽക്കാലികമായി അവസാനിപ്പിച്ചിരിക്കുകയാണ്. നാളെ മുതൽ വീണ്ടും ഈ തെരച്ചിൽ കരസേനയുടെയും നാവികസേനയുടെയും നേതൃത്വത്തിൽ പുനരാരംഭിക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അല്പസമയം മുൻപാണ് ഉദ്യോഗസ്ഥരെല്ലാം ഇതുവഴി ഈ മേഖലയിലേക്ക് എത്തിയത്, അല്ലെങ്കിൽ തിരിച്ച് പോയത്. വരുന്ന മണിക്കൂറുകളിൽ വീണ്ടും തിരച്ചിൽ തുടരും എന്ന് തന്നെയാണ് ഉദ്യോഗസ്ഥർ. നാളെ മുതൽ വീണ്ടും ഈ തിരച്ചിൽ പുനരാരംഭിക്കും എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. കാരണം ഈ മേഖലകളിൽ കൂടുതലായി പരിശോധനകൾ നടത്തേണ്ടതുണ്ട്. ഇന്നലെ ഇട്ട് സിഗ്നൽ ലഭിച്ചത്, ആ സിഗ്നൽ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ ആ സിഗ്നൽ ലഭിച്ച സ്ഥലത്ത് കൂടുതൽ പരിശോധിക്കേണ്ടത്. പക്ഷേ അവിടെ എത്ര കൂടിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല, അല്ലെങ്കിൽ അത് എത്രത്തോളം ആഴത്തിൽ മണ്ണ് നീക്കേണ്ടി വരും എന്ന കാര്യത്തിൽ ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ യന്ത്രങ്ങൾ MLA-യുമായി സംസാരിച്ചപ്പോൾ MLA പറഞ്ഞത് യന്ത്രങ്ങൾ അല്പസമയത്ത് അല്ലെങ്കിൽ ഇന്ന് രാത്രിയോടെ എത്തിക്കും. കൂടുതൽ ഉപകരണങ്ങൾ എത്തിക്കേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ കൂടുതലായി ഈ മണ്ണ് നീക്കം ചെയ്യാനാവുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നാളെ ആയിരിക്കും കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾ നടക്കാൻ പോകുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. തീർച്ചയായും ഇന്ന് ഈ വാഹനമുണ്ടായിരുന്ന സ്ഥലത്തു നിന്നും 40 മീറ്റർ അകലെ, അതായത് നേരത്തെ ലക്ഷ്മൺ എന്ന് പറയുന്ന വ്യക്തിയുടെ ഹോട്ടൽ ഉണ്ടായിരുന്ന സ്ഥലത്താണ് ഈ പരിശോധന നടത്തിയത്. അവിടെ നിന്നും കൃത്യമായി ഒരു ഏതെങ്കിലും രീതിയിലുള്ള ഒരു തെളിവ് കണ്ടെത്താനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള വസ്തുക്കൾ കണ്ടെത്താനോ ഇതുവരെ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ പരിശോധന അവിടെ നടക്കും. അതോടൊപ്പം തന്നെ നേവിയുടെയും നാവികസേനയുടെയും കൂടുതൽ ഉപകരണങ്ങൾ കൂടി ഇവിടേക്ക് എത്തിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. നിലവിൽ നാവികസേനയുടെ ഫൈബർ ബോട്ടുകളും റബ്ബർ ബോട്ടുകളും മാത്രമാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ അതിൽ പരിശോധന നടത്തിയാൽ എത്രത്തോളം കാര്യക്ഷമമായ പരിശോധനകൾ നടത്താനാവും എന്നൊരു സംശയം നിലനിൽക്കുന്നുണ്ട്. കൂടുതൽ ഉപകരണങ്ങൾ എത്തിക്കണം എന്നൊരു നിർദ്ദേശമാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ഇന്ന് നടത്തിയ പരിശോധനയും വിഫലം എന്ന് തന്നെ പറയണം. കാരണം എത്ര ദിവസം കൊണ്ട് മണ്ണ് നീക്കാനാവും എന്നൊരു സംശയമുണ്ട്. കാരണം ഗംഗാവലി പുഴ എന്ന് പറയുന്നത് ഏതാണ്ട് 30 അടിയോളം താഴ്ചയുണ്ട്. അതിൽ കൂടുതൽ മണ്ണ് നിക്ഷേപിച്ചിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ യാതൊരു പരിശോധനയും നടത്താതെ റോഡിലുള്ള മണ്ണ് പോലും ആ സ്ഥലത്തേക്ക് നിക്ഷേപിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഇതിനടിയിൽ വാഹനമുണ്ടോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളുടെ മൃതദേഹങ്ങൾ ഇവിടെ നിന്ന് കണ്ടെത്താനാകുമോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ സംശയമുണ്ട്. എന്തായാലും കൂടുതൽ പരിശോധനകൾ നടത്തണം. അതോടൊപ്പം തന്നെ ചില ഉദ്യോഗസ്ഥർ നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഈ കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ നേവിയുടെയും ആർമിയുടെയും ചില യന്ത്രങ്ങൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ പുതിയ ഏറ്റവും സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പരിശോധനകൾ നടത്തിയിരുന്നു. ആ പരിശോധനയിലും അനുകൂലമായ ഒന്നും കണ്ടെത്തിയിട്ടില്ല. അന്ന് കണ്ടെത്തിയ അതേ സിഗ്നലുകൾ മാത്രമാണ് ഇപ്പോഴും കിട്ടിയിട്ടുള്ളത്. പക്ഷേ ആ സിഗ്നലുകൾ അത് ഈ വാഹനത്തിൻ്റെതാണെന്ന ഉറപ്പിലേക്ക് അവർ പോകുന്നില്ല. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ സമാനമായ സിഗ്നൽ പരിശോധിച്ചപ്പോൾ അത് കല്ലിൻ്റേതായിരുന്നു, പാറക്കല്ലുകളുടേതായിരുന്നു. അതിൽ ഇരുമ്പിൻ്റെ അംശമുള്ളത് കൊണ്ട് തന്നെ ഈ പാറക്കല്ലുകളിൽ നിന്ന് പോലും സിഗ്നലുകൾ ലഭിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ചില
ടവറുകൾ, ചില പോസ്റ്റുകളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട ഈ മേഖലകളിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരം ഏതെങ്കിലും ടവറുകളുടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ലോഹഭാഗങ്ങളാണോ എന്നൊരു സംശയം കൂടി അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ സ്ഥിരീകരണത്തിലേക്ക് എന്തായാലും പോയിട്ടില്ല. നിലവിലൊരു ഡ്രഡ്ജിങ്ങിലേക്ക് കാര്യങ്ങൾ പോവില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഡ്രഡ്ജിങ് യൂണിറ്റ് ഇവിടേക്ക് എത്തിക്കണമെങ്കിൽ വലിയ സമ്മർദ്ദമോ ഒപ്പം തന്നെ വലിയ പണച്ചിലവും ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഡ്രഡ്ജിങ് യൂണിറ്റ് ഇവിടേക്ക് എത്തില്ല. പകരം MLA നേരത്തെ പറഞ്ഞതുപോലെ ചില മണ്ണുമാന്തി യന്ത്രങ്ങൾ തന്നെയാണ് എത്തിക്കുന്നത്. ഭൂം എന്ന് പറയുന്ന മണ്ണുമാന്തി യന്ത്രം, അതിൻ്റെ ബക്കറ്റ് കൈ ഏതാണ്ട് 20ഓളം അടി നീളത്തിൽ മണ്ണ് നീക്കം ചെയ്യാനാകുന്ന ഭൂം ആയിരിക്കും ഇവിടേക്ക് കൊണ്ടുവരിക. അത് ബാംഗ്ലൂരിൽ നിന്നും കൊണ്ടുവരും, ഗോവയിൽ നിന്നും കൊണ്ടുവരാനുള്ള ശ്രമവും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതെല്ലാം തന്നെ ഇന്ന് രാത്രിയോടെ എത്തും. അപ്പോൾ നാളെ മാത്രമായിരിക്കും കാര്യക്ഷമമായ പരിശോധന ഉണ്ടാവുക. പക്ഷേ ഇപ്പോഴും ആ മണ്ണ് നീക്കിയുള്ള പരിശോധന നടക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ഈ മണ്ണിനടിയിൽ അർജുൻ്റെ വാഹനമുണ്ടോ എന്ന കാര്യത്തിൽ ഇതുവരെ സ്ഥിരീകരണമായിട്ടില്ല. എന്തായാലും നേവിയുടെയും കരസേനയുടെയും നാവികസേനയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഈ പരിശോധനകൾ നടത്തുന്നു. മണ്ണ് മാറ്റിയുള്ള പരിശോധനയ്ക്കൊപ്പം തന്നെ ഈ സ്കൂബ ഡൈവിംഗ് ടീം ഈ പുഴയിലാകെയുള്ള പരിശോധനയും നടത്തുന്നുണ്ട്. പക്ഷേ അതിന് വില്ലനാവുന്നത് തീർച്ചയായും മഴയാണ്. ഇടയ്ക്കിടെ ശക്തമായ മഴയെത്തുന്നു, കാറ്റെത്തുന്നു. അപ്പോൾ ഈ സ്കൂബ ഡൈവിംഗ് ടീമിന് കൃത്യമായി പുഴയിൽ ഇറങ്ങിയുള്ള പരിശോധന നടത്താനാവുന്നില്ല. കാരണം ചുവന്ന നിറത്തിലുള്ള വെള്ളമാണ് ഇപ്പോൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. കാരണം മലയോര മേഖലകളിൽ വലിയ രീതിയിൽ മഴ പെയ്യുന്നു. ആ മഴ പെയ്യുകയും മണ്ണ് ഈ പുഴയിലേക്ക് എത്തുകയും ചെയ്യുന്നതോടെ ഇറങ്ങിയുള്ള പരിശോധനകൾ പലപ്പോഴും പ്രാവർത്തികമാവുന്നില്ല. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനത്തിന് വലിയ വെല്ലുവിളി അത് സൃഷ്ടിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും മണ്ണ് നീക്കിയുള്ള പ്രവർത്തനം ഒരുപക്ഷെ ഇനിയും നാളുകൾ എടുത്തേക്കാം. കാരണം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ വലിയ ഉയരത്തിൽ ആ മണ്ണുണ്ട്. കരയിൽ മണ്ണ് നീക്കം ചെയ്യുന്നത് പോലെ അത്ര എളുപ്പത്തിൽ ഈ പുഴയിൽ നിന്നും നീക്കാനാവില്ല. അതുകൊണ്ട് തന്നെ വലിയ പ്രതിസന്ധി ഈ രക്ഷാപ്രവർത്തനത്തിന് നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. അതിനിടയിലാണ് ഇന്ന് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ മലയാളികളെ ഈ താൽക്കാലികമായെങ്കിലും ഈ രക്ഷാപ്രവർത്തനത്തിൽ നിന്ന് മാറ്റി നിർത്തണം എന്നൊരു നിർദ്ദേശം വന്നത്. ഇനി സിവിലിയൻസിനെ ഈ മേഖലയിലേക്ക് വിന്യസിക്കേണ്ടതില്ല എന്നൊരു തീരുമാനമാണ്. അതുകൊണ്ട് തന്നെ പല ഭാഗങ്ങളിൽ നിന്നും എത്തി കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ രഞ്ജിത്ത് ഉൾപ്പെടെയുള്ളവർ മാറി നിൽക്കേണ്ട സാഹചര്യമുണ്ട്. എന്തായാലും നാളെയും ഈ രക്ഷാപ്രവർത്തനം തുടരും. പക്ഷേ അപ്പോഴും കൃത്യമായി ഈ വാഹനം അല്ലെങ്കിൽ അർജുൻ ഈ മണ്ണിനടിയിലുണ്ടോ അല്ലെങ്കിൽ ഈ പരിശോധന നടത്തുന്ന മണ്ണ് നീക്കി നടത്തുന്ന പരിശോധനയുടെ അല്ലെങ്കിൽ ആ മണ്ണിലുണ്ടോ എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണമില്ല. എന്തായാലും കരസേനയുടെയും ഒപ്പം തന്നെ നാവികസേനയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലുള്ള പരിശോധന തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. PK സരീഷാണ് വിശദാംശങ്ങൾ നൽകിയത്. ഈ ദിവസത്തെ തെരച്ചിൽ ഏതായാലും നിർത്തിവെച്ചിരിക്കുകയാണ്. ഇപ്പോൾ നാളെ വീണ്ടും ഷിരൂരിൽ അർജുന് വേണ്ടി തെരച്ചിൽ തുടരുന്നതായിരിക്കും.